വളരെ ഗൗരവകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് മധ്യപ്രദേശിലെ ചരിത്രപ്രസിദ്ധമായ ഭോജ്ശാല സമുച്ചയത്തിൽ ഹിന്ദു വിശ്വാസികൾ പ്രവേശിച്ചു. വിവാദ മന്ദിരം സരസ്വതി ക്ഷേത്രമാണെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ചരിത്രവിധി പുറത്തുവന്നതിന് തൊട്ട് പിന്നാലെയാണ് സനാതനധർമ്മ വിശ്വാസികൾ ഭോജ്ശാലയിലേക്ക് ഒഴുകിയെത്തി പൂജകൾ ആരംഭിച്ചത്. ഇനി മുതൽ ചൊവ്വാഴ്ചകളിലെ നിയന്ത്രണമില്ലാതെ ദിവസേനയുള്ള ആരാധനാ സ്വാതന്ത്ര്യമാണ് ഭക്തർക്ക് കൈവന്നിരിക്കുന്നത്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും കാത്തിരിപ്പുകൾക്കുമാണ് ഭോജ്ശാലയിൽ ഇപ്പോൾ ശുഭപര്യവസാനമായിരിക്കുന്നത്. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഇൻഡോർ ബെഞ്ചിന്റെ വിധി പുറത്തു വന്നതോടെ ധാർ നഗരത്തിലെ ഭോജ്ശാല സമുച്ചയത്തിലേക്ക് സനാതനധർമ്മ വിശ്വാസികളുടെ വൻ ഒഴുക്കാണ് ദൃശ്യമാകുന്നത്. പൂജാദ്രവ്യങ്ങളും മധുര പലഹാരങ്ങളുമായി എത്തിയ ഭക്തർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് പ്രത്യേക വാഗ്ദേവി പൂജകളും ആരതിയും നടത്തി. ജയ് ശ്രീറാം ധ്വനികളാലും ഭജന കീർത്തനങ്ങളാലും ഭോജ്ശാല സമുച്ചയം ഇപ്പോൾ ഭക്തിസാന്ദ്രമാണ്. കനത്ത സുരക്ഷയിലാണ് പ്രദേശമെങ്കിലും ഭക്തരുടെ ആവേശത്തിന് മുന്നിൽ നിയന്ത്രണങ്ങളെല്ലാം വഴിമാറുന്നു. മുതൽ നിലവിലുണ്ടായിരുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കർശന നിയന്ത്രണങ്ങളാണ് ഹൈക്കോടതി പൂർണ്ണമായും റദ്ദാക്കിയത്. ചൊവ്വാഴ്ചകളിൽ മാത്രം പൂജ നടത്താൻ അനുവാദമുണ്ടായിരുന്ന വിശ്വാസികൾക്ക് ഇനി മുതൽ എല്ലാ ദിവസവും ഭോജ്ശാലയിൽ പ്രവേശിച്ച് ആരാധന നടത്താം. ലണ്ടൻ മ്യൂസിയത്തിലേക്ക് കടത്തപ്പെട്ട വാഗ്ദേവിയുടെ യഥാർത്ഥ വിഗ്രഹം തിരികെ കൊണ്ടുവന്ന് പുനഃപ്രതിഷ്ഠിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചതും ഭക്തരുടെ ആവേശം ഇരട്ടിയാക്കി. ഭക്തജനത്തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ക്രമസമാധാന പാലനത്തിനായി വലിയ തോതിലുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളാണ് പോലീസ് ധാർ നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വൻ സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജനം, ഡൽഹി.